ഓക്കെ, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ 2 പോർഷൻസാണ് ഇതുവരെ കവർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ആൻഡ് അതെന്ന് പറയുന്നത് ഓവർസിയർ ഗ്രേഡ് 1-ന് വേണ്ടിയിട്ട് മാത്രമുള്ള പോർഷനായിരുന്നു. ദെൻ രണ്ടാമത്തേതെന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് വാട്ടർ. അതെന്ന് പറയുന്നത് ഓവർസിയറിനും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ഡിമാൻഡാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓവർസിയർ ഗ്രേഡ് 1-നായാലും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാമിനായാലും രണ്ടിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാണ്ട് പോകരുത്. ഇപ്പോൾ വാട്ടർ ഡിമാൻഡിനെ പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ സപ്പോസ് ഒരു സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ സ്കീം എനിക്ക് ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഡേറ്റ എന്താണ്? നമുക്ക് അവിടെ എന്തുമാത്രം വാട്ടർ സപ്ലൈ ചെയ്യേണ്ടി വരും, അതായത് അതിൻ്റെ വാട്ടറിൻ്റെ ഡിമാൻഡ് എത്രയാണ്, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ക്വാണ്ടിറ്റി വാട്ടർ ആവശ്യമായി വരും, അതാണ് എന്തെന്ന് പറയുന്നത് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിമാൻഡ്, ഡിസൈൻ പീരിയഡ് ആൻഡ് പോപ്പുലേഷൻ. സോ ഈ 3 സാധനങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് ഡിമാൻഡ്, ഡിസൈൻ പീരിയഡ്, പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സിറ്റിക്ക് വേണ്ടിയിട്ടാണോ വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്നത് അവിടെ എന്തുമാത്രം ആൾക്കാരുണ്ട്, അതാണ് പോപ്പുലേഷൻ. ദെൻ ഡിസൈൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇന്നിപ്പോൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാനത് ചെയ്യുന്നത് ഇന്നത്തേക്കാണോ? അല്ല, അതെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഒരു പീരീഡ്, അടുത്ത 50 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 30 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കാം, അല്ലേ? അപ്പോൾ ഡിസൈൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തേക്ക്, ഫ്യൂച്ചർ പീരീഡ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്, അതാണ് ഡിസൈൻ പീരീഡ്. ഇനി പോപ്പുലേഷൻ, ഞാൻ പറഞ്ഞു പോപ്പുലേഷൻ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞ അടുത്ത 30 വർഷത്തേക്കുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് പോപ്പുലേഷൻ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഫ്യൂച്ചറിൽ അവിടെ എന്തുമാത്രം പോപ്പുലേഷൻ വരും അതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഡിസൈൻ ചെയ്യാനായിട്ട്. ദെൻ റേറ്റ് ഓഫ് ഡിമാൻഡ്. റേറ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവരുടെ ഡേ ടു ഡേ നീഡ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളം എത്ര വേണ്ടി വരും, അതിൻ്റെ ഒരു ആവറേജ് എമൗണ്ട്, അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് പറയും. പെർ ക്യാപിറ്റ അതായത് ഒരാൾക്കുള്ള ഡിമാൻഡ്, എന്തുമാത്രം വാട്ടർ ആവശ്യമായിട്ട് വരും. സോ ബൈ ഡെഫിനേഷൻ എന്താണ്, ഇറ്റ് ഈസ് ദ ആനുവൽ ആവറേജ് എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ വേരിയസ് പർപ്പസസ് പെർ പേഴ്സൺ പെർ ഡേ. ഓക്കെ, ഒരു പേഴ്സണ്, അതായത് ഒരു വ്യക്തിക്ക്, ഓക്കെ, ഒരു പേഴ്സൺ ഉണ്ട്. ഓക്കെ, ആ ഒരു വ്യക്തിക്ക് ഒരു ഡേ എന്തുമാത്രം വെള്ളം ആവശ്യമായിട്ട് വരും. ഓക്കെ, എന്തുമാത്രം വെള്ളം ആവശ്യമായിട്ട് വരും, അതിൻ്റെ ഒരു ആനുവൽ ആവറേജ് എന്ന് എന്താണ്, നമ്മൾ ഒരു വർഷം നമ്മളിങ്ങനെ നോക്കും, ഒരു വ്യക്തിക്ക് ഒരു ദിവസം എന്തുമാത്രം വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു 365 ഡേയ്സിൻ്റെ അയാൾ എന്തുമാത്രം വെള്ളം യൂസ് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ആവറേജ് ആണ് എടുക്കുന്നത്. ആനുവൽ ആവറേജ് എന്നല്ല പറഞ്ഞാൽ. സോ അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായാലും 365 ഡേയ്സിന് ഒരു എക്സ് എമൗണ്ട് വാട്ടറാണ് അയാൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര 1 ഡേക്ക് അയാൾ എത്ര യൂസ് ചെയ്യും, എന്ത് ചെയ്യും, ആ എക്സ് ഡിവൈഡഡ് ബൈ 365 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആനുവൽ ആവറേജ് എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ വേരിയസ് പർപ്പസസ് പെർ പേഴ്സൺ പെർ ഡേ കിട്ടും. ഇറ്റ് ഈസ് കോൾഡ് റേറ്റ് ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് Q is equal to അതായത് സ്മോൾ ലെറ്റർ Q, അതായത് റേറ്റ് ഓഫ് പെർ ക്യാപിറ്റ ഡിമാൻഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറയുന്നതാണ് സ്മോൾ ലെറ്റർ Q എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ P ഇൻറ്റു 365. ഓക്കെ, ഇതിൽ ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രമാത്രം വെള്ളം ഒരു വർഷത്തിനുള്ളിൽ ആ വ്യക്തി യൂസ് ചെയ്തു, അതാണ് Q എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ കേസിൽ എക്സ് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ P ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ Q എന്ന് ഞാൻ നേരത്തെ എക്സ് എന്താ പറഞ്ഞ, ഒരു വ്യക്തി
ഒരു വർഷം എന്തുമാത്രം വെള്ളം യൂസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചു അല്ലേ. ബട്ട് ഹിയർ നമുക്ക് നമ്മളെ ഒരു ഡിസൈൻ പർപ്പസ്, നമ്മൾ അങ്ങനെ ഒരു വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ഒരാളെ മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പം ഞാനൊരു സിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റിയിലെ എല്ലാ ആൾക്കാരിൽ നിന്നും മാത്രമേ എനിക്കൊരു വാല്യൂ, എനിക്ക് ഓരോ ദിവസവും ഓരോ വീട്ടിൽ പോയി ഓരോ വ്യക്തിയും എന്തുമാത്രം വെള്ളം യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പകരം നമുക്ക് ആ ഡേറ്റ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് നമ്മുടെ നമ്മൾ ദിവസം എന്തുമാത്രം വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എവിടെ നിന്ന് കിട്ടും? വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 365 ഡേയ്സിൽ ഇന്ന സ്ഥലത്ത്, അതായത് ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, അവർ ഇത്ര വെള്ളം യൂസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡേറ്റ കിട്ടും. സോ ആ ഒരു ഡേറ്റയാണ് എന്ന് പറഞ്ഞ് ക്യൂ എന്ന് പറയുന്നത്. അതായത് എത്ര പേഴ്സൺ ഉണ്ട്, അതായത് പി പോപ്പുലേഷൻ ഒരു സിറ്റിയിലുണ്ടെങ്കിൽ ആ പി പോപ്പുലേഷന് 365 ഡേയ്സ് ക്യൂഡ് വാട്ടർ ആവശ്യമായി വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പേഴ്സണിന് ഒരു ഡേ എത്ര വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. സോ എന്ത് വേണം? ക്യൂ ഡിവൈഡഡ് ബൈ പി ചെയ്യുമ്പം ഒരു പേഴ്സൺ 365 ഡേയ്സിൽ എത്ര വാട്ടർ യൂസ് ചെയ്തു എന്ന് കിട്ടി. ഇനി താഴെ തന്നെ ഡിവൈഡഡ് ബൈ 365 കൂടെ ചെയ്യുമ്പോൾ ഒരു പേഴ്സൺ ഒരു ദിവസം എന്തുമാത്രം വെള്ളം യൂസ് ചെയ്തു എന്ന് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈൻ പോപ്പുലേഷൻ. ആൻഡ് പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഡിസൈൻ പോപ്പുലേഷൻ മീൻസ് നമ്മൾ ഫ്യൂച്ചർ പീരീഡിൽ പോപ്പുലേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു റേറ്റ് ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന എത്രമാത്രം ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന ഡിസൈൻ പീരീഡ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ഡിമാൻഡ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഡിസൈൻ പീരീഡ് ആയിരുന്നു. ടോട്ടൽ വാട്ടർ റിക്വയർമെന്റ് ഓഫ് എ സിറ്റി, അതിനെന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഫാക്ടേഴ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആദ്യം റേറ്റ് ഓഫ് ഡിമാൻഡ് പറഞ്ഞു. ദെൻ ഡിസൈൻ പീരീഡ്. ഡിസൈൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പീരിയഡ് ഓർ ദ നമ്പർ ഓഫ് ഇയർ ഫോർ വിച്ച് എ പ്രൊവിഷൻ ഈസ് മെയ്ഡ് വൈൽ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് എനി വാട്ടർ സപ്ലൈ പ്രോജക്റ്റ്. ഏതെങ്കിലും ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എത്ര വർഷമാണ് ആ വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷൻ കൊടുക്കുന്നത്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിസൈൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് എച്ച് എന്ന് പറയുന്ന ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് ഞാൻ അടുത്ത 50 വർഷം എനിക്ക് അതിൽ നിന്നും 50 വർഷമൊന്നും പോകത്തില്ല ഒരു പ്രോജക്റ്റും. ഓക്കെ, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയുവാണ്. 50 വർഷത്തേക്ക് ഞാൻ ആ പ്രോജക്റ്റ് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസൈൻ പീരീഡ് എത്രയാണ്? ഇറ്റ് ഈസ് 50 years. ഓക്കെ അല്ലേ? ദെൻ ഫാക്ടേഴ്സ് ഗവേണിംഗ് ഡിസൈൻ പീരീഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡിസൈൻ പീരീഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ കമ്പോണന്റ് സ്ട്രക്ചേഴ്സിൻ്റെ യൂസ്ഫുൾ ലൈഫ്, പിന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷനുള്ള ഡിഫിക്കൽറ്റി, അല്ലെങ്കിൽ എന്തുമാത്രം ഈസി ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, പിന്നെ ഫണ്ട് എന്തുമാത്രം ഉണ്ട്. അതായത് ഞാനിപ്പോൾ 50 വർഷത്തേക്ക് എനിക്ക് ചെയ്യണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ആ 50 വർഷത്തേക്ക് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു 20 വർഷം ചെയ്യാനുള്ള ഫണ്ടേ ഗവൺമെൻറ് തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ 20 വർഷമാണ് എൻ്റെ ഡിസൈൻ പീരീഡായിട്ട് ഞാൻ എടുക്കേണ്ടത്. ദെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ ബോറോയിങ്സിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആൻറ്റിസിപ്പേറ്റഡ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്ലൂഡിംഗ് പോസിബിൾ ഷിഫ്റ്റ്സ് ഇൻ കമ്മ്യൂണിറ്റീസ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. ഓക്കെ, ഇനി സാധാരണ നമ്മൾ ഡിസൈൻ പീരീഡ് എടുക്കുന്നത് 30 years ആണ്. വാട്ടർ സപ്ലൈ പ്രോജക്റ്റിലേക്ക് സാധാരണ നമ്മൾ എത്രയാണ് എടുക്കുന്നത്? ഡിസൈൻ പീരീഡ് ഇറ്റ് ഈസ് 30 years. ഇനി മൂന്നാമത്തെ നമ്മുടെ ഫാക്ടർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണ്. ഓക്കെ, പോപ്പുലേഷൻ എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് റിസൈഡിങ് ഇൻ എ ടൗൺ ഓർ സിറ്റി, അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ എപ്പോഴും വിചാരിക്കണം നമ്മൾ ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റും പ്രസന്റ് പോപ്പുലേഷന് വേണ്ടിയിട്ടല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഫോർ ദ ഫ്യൂച്ചർ പോപ്പുലേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പുലേഷൻ ഫ്യൂച്ചർ, ഇപ്പം ഞാൻ എൻ്റെ 20 yearsനെയാണ് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ എന്തുമാത്രം പോപ്പുലേഷൻ അവിടെ ഉണ്ടായിരിക്കും അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞതാണ് നമ്മൾ അടുത്ത ഡിസൈൻ പീരീഡിൽ നമ്മൾ എത്രയാണോ എടുക്കുന്ന ആ ഒരു വർഷം എന്തുമാത്രം പോപ്പുലേഷൻ അവിടെ ഉണ്ടാകും അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ടെക്നിക്കിനെയാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ അതായത് എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ പോപ്പുലേഷൻ. ആൻഡ് അതിന് നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സിൻ്റെ പേര് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും അധികം ചോദിക്കത്തില്ല, എങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് PSCക്ക് ചോദിക്കാൻ പറ്റുന്നത് മാത്രം പഠിച്ചിരുന്നാൽ മതി. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, ദെൻ ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്, ഡിക്രീസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡ്, സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്, കമ്പാരറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്, മാസ്റ്റർ പ്ലാൻ മെത്തേഡ്, അപ്പോർഷൻമെന്റ് മെത്തേഡ്,
ലോജിസ്റ്റിക് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം.